എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം ഞാനും അമ്മയും കൂടി ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ കുഴിമന്തി കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ. കുഴിമന്തി കഴിക്കാൻ കയറിയിരിക്കുന്നതെന്ന് വെച്ചാൽ അമ്മ ആദ്യമായിട്ടാണ് കുഴിമന്തി കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹ സാഫല്യമാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ മെനു ഒക്കെ കൊണ്ടുവച്ചു കേട്ടോ. മെനു ഒക്കെ കൊണ്ടുവച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. അർബൻ സ്പൈസിലാണ് നമ്മൾ കയറിയത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നോക്കാൻ വേറെ ഒന്നുമില്ല. നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് മന്തിയാണ്, ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു വൈബൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ വന്ന സമയത്ത് ഭയങ്കര ആളൊന്നും ഇല്ലായിരുന്നു, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ആളൊക്കെ വരാനായിട്ടുള്ള ടൈം ആകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഫസ്റ്റ് നമ്മൾ മാത്രമായിരുന്നു എന്നാണ് തോന്നുന്നത്, നമ്മൾ മാത്രമായിരുന്നു. അതിന് ശേഷം കസ്റ്റമേഴ്സൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ ഏതാണ്ട് ഒരു 12 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ വന്നപ്പോൾ. അപ്പോൾ അതാ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവച്ചു, നല്ല ചൂട് വെള്ളമൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ നമ്മൾ കുഴിമന്തി ഓർഡർ ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൾ വന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റുമോ. അപ്പോൾ അതാ അമ്മയെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഒരു വീഡിയോ എടുക്കുകയാണോ ഒന്ന് നോക്കിക്കോണേന്ന് പറഞ്ഞപ്പോൾ അമ്മ അതങ്ങനെ വീഡിയോയ്ക്ക് ഫേസ് ചെയ്യുകയാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ചുമ്മാ വീഡിയോ ഒന്നും എടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പമൊന്നുമില്ല, വീഡിയോ എടുക്കണതിന് കുഴപ്പമില്ല. അമ്മയ്ക്കൊരു നാണക്കേട് പോലെ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ചമ്മൽ. അപ്പോൾ ഞാൻ ആ ചമ്മലൊന്നും വകവയ്ക്കാതെ വീഡിയോ എടുത്തു. ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഓർമ്മകളല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. അപ്പോൾ ഞാൻ എന്താ പല ആക്ഷൻസിലും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അമ്മ ആരുടെടുത്തോ ഫോൺ വിളിച്ച് കത്തി അയക്കുകയാണ്. എനിക്ക് തോന്നുന്നു മൂത്ത ചേച്ചിയുടെ താണെന്ന് തോന്നുന്നു. ചേച്ചിയെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നമുക്കിതാ പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചു കേട്ടോ. നല്ല പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചു. പിന്നെ നമ്മൾ കുഴിമന്തി എത്തിയിട്ടുണ്ട്. ഇതാ നമ്മൾ പറഞ്ഞ ചിക്കൻ കുഴിമന്തി. അപ്പോൾ ഇതാ സാധനം മയോണൈസൊക്കെ കൊണ്ടുവരും. മയോണൈസ് എനിക്ക് ഇഷ്ടമില്ല, എന്നാലും ഞാനൊരു ശകലം എടുത്തു കേട്ടോ. കാരണം എനിക്ക് അത് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ തരുന്ന സാലഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ അരിഞ്ഞിട്ട് അതിൽ കുറച്ച് കുരുമുളകും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് തരുന്ന ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതാ ഞാൻ വിചാരിച്ചു അതിൻ്റെയും കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പക്ഷേ റേറ്റ് കുറച്ച് കടുത്തോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കുറച്ച് റേറ്റ് കൂടുതലായി എന്ന് എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു പ്ലേറ്റ് ഒരു പീസ് അമ്മയ്ക്കും കൊടുത്തു, ഈ ഒരു പീസ് എനിക്കും. നമുക്ക് വയറ് തീർക്കാനായിട്ടുള്ള ധാരാളം ഫുഡ് ഇതിലുണ്ടായിരുന്നു കേട്ടോ. റൈസ് അവർ പറഞ്ഞു ഇനി ആവശ്യമുണ്ടെങ്കിൽ റൈസ് നമുക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ആവശ്യമാണെങ്കിൽ പറയാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിതാ കഴിക്കാൻ തുടങ്ങി. ഇതാ സെർവ് ചെയ്യുകയാണ്. അപ്പോൾ അമ്മ ആദ്യമായിട്ടാണ് ഈ കുഴിമന്തി കഴിക്കുന്നത്. അല്ലാതെ ഈ റൈസൊക്കെ കഴിച്ചിട്ടുണ്ട്, എന്നാലും ഈ കുഴിമന്തിയുടെ എക്സ്പീരിയൻസ് ആദ്യത്തേതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ആ ഒരു ഹാപ്പി ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു ഹാപ്പി മനസ്സൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ സാലഡൊക്കെ അമ്മയ്ക്കും കൂടെ വെച്ച് കൊടുക്കുന്നു. അതിനിടയിൽ ഞാനും കുറച്ചെടുത്തു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ വിശപ്പ് നന്നായിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് തന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് റൈസ് ഞങ്ങൾ പറഞ്ഞില്ല. രണ്ടാമത് റൈസ് പറയേണ്ട കാര്യം ഇല്ലായിരുന്നു, കാരണം വിശപ്പ് മതിയായി. നമുക്ക് ഈ ഒരു റൈസ് തന്നെ ധാരാളമാണ്. ചൂടോടെ ഇതുപോലെ എടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സ്വാദുണ്ടായിരുന്നു. ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത പൈനാപ്പിൾ ജ്യൂസും എത്തിയിട്ടുണ്ടായിരുന്നേ, നല്ല തണുത്ത പൈനാപ്പിൾ ജ്യൂസ്. അപ്പോൾ ആ ഒരു ജ്യൂസും കൂടെ കുടിച്ചപ്പോൾ സുഭിക്ഷമായി. ഇത്രയും നമ്മൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഷോട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അടിപൊളിയല്ലേ അമ്മ കുഴിമന്തി? സൂപ്പർ ആയിരുന്നു കുഴിമന്തി. അപ്പം ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിൽ പോവുകയാണ് അല്ലേ അമ്മ? അല്ലേ, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.